ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നോട്ട്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? യെസ്, വിളയിക്കാം നൂറുമേനി എന്നുള്ളതാണ് അല്ലെ. ആ ചാപ്റ്ററിന്റെ നോട്ട്സ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നോക്കാം. ഫലങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലേ ആദ്യത്തെ ചോദ്യം. എന്തൊക്കെയാണ് കൂട്ടുകാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? വേഗം ഫലം ഉണ്ടാകണം അല്ലെ. അതുപോലെ തന്നെ എന്താണ്? നല്ല വിളവ് ലഭിക്കണം. അതുപോലെ ഫലത്തിന് എന്ത് വേണം? യെസ്, നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുകളിലെ ലക്ഷ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് മുകളിലെ ലക്ഷ്യങ്ങൾ? അതായത് നല്ല ഫലം ഉണ്ടാവുക, വേഗം ഫലം ഉണ്ടാവാനും നല്ല വിളവ് ലഭിക്കാനും ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടാകാനൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത്? നല്ല വിത്ത് അഥവാ നടീൽ വസ്തു തിരഞ്ഞെടുക്കണം അല്ലേ. അതുപോലെ തന്നെ എന്താണ്? സൂര്യപ്രകാശം ലഭ്യമാവണം. അതുപോലെ കാലാവസ്ഥയ്ക്ക് യോജിച്ച കൃഷി ചെയ്യണം. മണ്ണ് വളക്കൂറുള്ളതാവണം. വളപ്രയോഗവും ജലസേചനവും നടത്തണം. കീടങ്ങളെയും കളകളെയും നിയന്ത്രിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വിത്തുകളും നടീൽ വസ്തുക്കളും. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ചെടി, ഫലം എന്നിവയും ഗുണമേന്മയുള്ളതാവണം. അപ്പൊ വിത്തെടുക്കുന്ന ചെടിയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കായ്ഫലം കൂടുതലുള്ള ചെടിയാവണം. അതുപോലെ തന്നെ എന്താണ്? ആരോഗ്യമുള്ള ചെടിയാകണം. നല്ല വളർച്ചയുള്ള ചെടിയാകണം അല്ലേ. ദെൻ വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം എങ്ങനെയായിരിക്കണം? മധ്യകാലത്തുണ്ടായ ഫലമായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്? മൂപ്പെത്തിയ ഫലം. ദെൻ പുഷ്ടിയുള്ള ഫലം. തെരഞ്ഞെടുക്കുന്ന വിത്തോ? സ്വാഭാവിക ആകൃതി, വലിപ്പം എന്നിവ ഉള്ളതായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ എന്താണ്? സ്വാഭാവിക ഭാരമുള്ളത്. പുറംതൊലിയിൽ കേടില്ലാത്തതായിരിക്കണം. ഇതിന് അടുത്ത ചോദ്യം നോക്കൂ. വിത്തിൽ നിന്നല്ലാതെ തൈകൾ ഉണ്ടാകുന്ന ചില സസ്യങ്ങൾ ഏതൊക്കെയാണ്? കറിവേപ്പ്, അത് വിത്തിൽ നിന്നാണോ? അല്ലല്ലേ, വേരിൽ നിന്നും ഉണ്ടാകുന്നുണ്ടല്ലേ. ഇഞ്ചിയോ? ഭൂകാണ്ഡത്തിൽ നിന്നല്ലേ. ഇലമുളച്ചി ഇലയിൽ നിന്നാണ്. കുരുമുളകോ? തണ്ടിൽ നിന്നാണല്ലേ ഉണ്ടാകുന്നത്. ഇലമുളച്ചി ഇല, കുരുമുളക് തണ്ട്, ഇഞ്ചി ഭൂകാണ്ഡം, കറിവേപ്പ് വേര്. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. അപ്പൊ കായിക പ്രജനനത്തിൽ ഏതൊക്കെയാണ്? വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം അല്ലേ. ദെൻ വേരിൽ ഏതൊക്കെയാണ്? കറിവേപ്പ്, വേപ്പ്, ശീമപ്ലാവ്. കാണ്ഡത്തിലോ? ചെമ്പരത്തി, റോസ്, കരിമ്പ്. ഇലമുളച്ചി, നിലപ്പന, ബിഗോണിയ. ഭൂകാണ്ഡത്തില് ചേന, മഞ്ഞൾ, വാഴ. ലൈംഗിക പ്രത്യുൽപാദനത്തിലെ വിത്തില് മത്തൻ, നെല്ല്, പ്ലാവ് അല്ലേ. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും. അപ്പൊ എന്താണ് കൂട്ടുകാരി കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതെ, കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു സസ്യഭാഗത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ഇതെന്താണ്? ഇത് അലൈംഗിക പ്രത്യുൽപാദനമാണ് അല്ലേ. അതായത് വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയിലാണ് എന്ത്? ലൈംഗിക പ്രത്യുൽപാദനം. നെക്സ്റ്റ്, കായിക പ്രജനനത്തിൽ ഏതൊക്കെ എക്സാമ്പിൾ എഴുതാം നമുക്ക്? മരച്ചീനി, മധുരക്കിഴങ്ങ്, കാച്ചില്, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചി, നിലപ്പന, ഇഞ്ചി, മഞ്ഞൾ, വേപ്പ്, ശീമപ്ലാവ് ഇവയൊക്കെ എന്താണ്? കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങളാണ്. ലൈംഗിക പ്രത്യുൽപാദനത്തില് നെല്ല്, തെങ്ങ്, ചീര, മത്തൻ, ഓറഞ്ച്, പ്ലാവ്, പാവൽ, കശുമാവ്, പയർ, കുമ്പളം ഇവയൊക്കെ എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനത്തിന് ഉദാഹരണങ്ങളാണ് അല്ലേ. ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പ്രത്യുൽപാദനം നടത്തുന്ന സസ്യങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ഏതൊക്കെയാണത്? അത് ശീമക്കൊന്ന, കറിവേപ്പ്, മുരിങ്ങ, അരിപ്പൂവ്, നാലുമണിപ്പൂവ്, മൈലാഞ്ചി, കനകാംബരം ഇവയൊക്കെ എന്താണ്? ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പ്രത്യുൽപാദനം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പതിവയ്ക്കൽ. എന്താണ് കൂട്ടുകാരി പതിവയ്ക്കൽ എന്ന് പറഞ്ഞാൽ? അതായത് മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. അപ്പൊ എന്താണ് ലെയറിംഗ് അഥവാ പതിവയ്ക്കൽ? മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ് പതിവയ്ക്കൽ അഥവാ ലെയറിംഗ്. ഇനി നമുക്ക് പതിവയ്ക്കലിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് നോക്കാം. ഘട്ടം 1 നോക്കൂ. മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് അഥവാ നോഡ്സിനിടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വളയാകൃതിയിൽ ചെത്തിയെടുക്കുക.
ഘട്ടം 2 എന്താണ്? ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഘട്ടം 3 എന്താണ്? 2 മാസത്തിനകം പതിവച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേരുമുളച്ച കമ്പ് പതിവച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് മണ്ണിലേക്ക് മാറ്റി നടാം അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം നാഗപ്പതിവയ്ക്കൽ. നാഗപ്പതിവയ്ക്കൽ എന്നാൽ എന്താണ്? കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പർവ്വഭാഗങ്ങളിൽ മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. ഈ രീതിയാണ് എന്തെന്ന് പറയുന്നത്? അതെ, നാഗപ്പതിവയ്ക്കൽ അല്ലെ. അതായത് ഒരു ശാഖയിൽ നിന്ന് ഒന്നിലധികം തൈകൾ ഉത്പാദിപ്പിക്കാൻ ഈ രീതിയിൽ കഴിയുന്നുണ്ട്. അപ്പോൾ വിവിധ രീതികളിൽ പതിവയ്ക്കുന്ന സസ്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വായുവിൽ പതിവയ്ക്കൽ, നാഗപ്പതിവയ്ക്കൽ അല്ലേ. വായുവിൽ പതിവയ്ക്കൽ ഏതൊക്കെ നമുക്ക് എഴുതാം? പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. ഇത് നാഗപ്പതിവയ്ക്കല്ലോ. യെസ്, ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില അല്ലേ. ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് അവയ്ക്കുള്ളത്? മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ദോഷങ്ങൾ എന്തൊക്കെയാണ്? ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് ആണ്. എന്താണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സസ്യത്തിന്റെ കൊമ്പിൽ നിന്ന് എന്ത് ചെയ്യാണ്? അതേ വർഗ്ഗത്തിൽപ്പെട്ട മറ്റൊരു സസ്യത്തിന്റെ കൊമ്പ് വെച്ച് പിടിപ്പിച്ച് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. നീലം മാവ്, നാടൻ മാവ് എന്നിവയുടെ സവിശേഷതകൾ നോക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാടൻ മാവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? താരതമ്യേന ചെറിയ മാങ്ങയായിരിക്കും. നീലം മാവോ? യെസ്, വലിയ മാങ്ങയായിരിക്കും അല്ലേ. നാടൻ മാവിന്റെ പിന്നെ എങ്ങനെ തന്നെയാണ്? പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങയായിരിക്കും. നീലം മാവിന്റെയോ? നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും അല്ലേ. നമ്മുടെ മണ്ണില് നാടൻ മാങ്ങ എന്തായിരിക്കും? നന്നായി വളരും. എന്നാൽ എങ്ങനെയാണ് ഈ നീലമാവ് എങ്ങനെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരില്ല. അതിന് നല്ല പരിചരണവും ആവശ്യമാണ്. എന്നാൽ നാടൻ മാവിന് എന്താണ്? പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല അല്ലേ. ഓക്കെ, ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാ കൂട്ടുകാരെ മികച്ചത്? നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലായല്ലോ, നീലം മാവല്ലേ. നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്? നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുന്നത് ഏതാണ്? നാടൻ മാവാണ്. അതിനെന്താണ്? പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. നീലം മാവിന്റെ ഒരു കമ്പ് നടാൻ മാവിന്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാകും? എന്തെല്ലാമാണ്? നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. പിന്നെന്താണ്? നീലമാവിന്റെ മാങ്ങ ലഭിക്കുമല്ലേ. അതായത് നല്ല മധുരമുള്ള വലിയ മാങ്ങ ലഭിക്കും. എന്താണ് പിന്നെ? പ്രത്യേക പരിചരണവും ആവശ്യമില്ലല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിന്റെ ഘട്ടങ്ങൾ. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിന്റെ നേട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോറി, നേട്ടങ്ങളാണ്. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പിന്നെയോ? ഫലത്തിന് എന്താണ്? സയണിന്റെ ഗുണമേന്മ ഉണ്ടാക്കും അല്ലേ. അതുപോലെ ഗ്രാഫ്റ്റ് തൈകൾ നമ്മുടെ മണ്ണിൽ എന്ത് ചെയ്യും? നന്നായിട്ട് വളരും. കുറഞ്ഞ പരിചരണം മതിയാകും. അപ്പൊ എന്തൊക്കെയാണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഫലത്തിന് സയണിന്റെ ഗുണമേന്മയുണ്ടാകും. ഗ്രാഫ്റ്റ് തൈകൾ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. കുറഞ്ഞ പരിചരണം മതിയാകും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പൊട്ടിക്കാം എന്നുള്ളതാണ് അല്ലേ. അതായത് 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ എന്ത് ചെയ്യുക? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. ഈ വേരോട് കൂടിയ ചെടിയെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, റൂട്ട് സ്റ്റോക്ക് അല്ലേ. നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് എന്ത് ചെയ്യുക? നിങ്ങൾ മുറിച്ചെടുക്കുക. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്? യെസ്, ഇതിനെ സയൺ എന്ന് പറയുന്നു. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയണായി തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ചിത്രത്തിൽ കാണുന്നില്ലേ ഇതുപോലത്തെ? അതാണ് നമ്മൾ കമ്പാണ് എന്ത് ചെയ്യേണ്ടത്? സയനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിന് കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിന്റെ അടിഭാഗവും രണ്ടു വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചരിച്ചു ചെത്തണം. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി നടാം. കമ്പൊട്ടിക്കൽ വഴി ഉണ്ടാക്കിയ മാവിന്റെ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാവാമെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? അതെന്താണ്? കായ്ച്ചു തുടങ്ങിയാൽ മാവിലെ മൂപ്പെത്തിയ കമ്പ് എന്താണ് മാറുന്നത്? സയനായി എടുക്കുന്നതിനാലാണ് അല്ലേ. എന്താണ്?
തുടങ്ങിയ മാവിലെ മൂപ്പെത്തിയ കമ്പ് സയനായിട്ട് എടുക്കുന്നതിനാൽ. ഓക്കെ, ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കമ്പൊട്ടിച്ച സ്ഥലത്ത് നിന്ന് താഴെ വളർന്നു വരുന്ന മുകുളം കണ്ടില്ലേ? ഈ മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ബാധിക്കുമല്ലേ കൂട്ടുകാരെ? അപ്പൊ എന്ത് ചെയ്യാം? ബാധിക്കുമെന്ന് എഴുതാം. എന്തിനെ എഴുതാം? ഈ വളരുന്ന മുകുളം റോഡ് സ്റ്റോക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത്. റൂട്ട് സ്റ്റോക്കിൽ നിന്നാണ് അല്ലേ? അപ്പൊ അതിലുണ്ടാകുന്ന ഫലങ്ങൾക്ക് എന്താണ്? സയനിലെ ഫലങ്ങളുടെ ഗുണമേന്മ ഉണ്ടാകില്ല. കൂടാതെ ഈ മുകുളം വളരുന്നത് സയനിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. അതിനാൽ കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകുളങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, മുറിച്ച് മാറ്റണം. മൂവാണ്ടൻ മാവിന്റെ റൂട്ട് സ്റ്റോക്കിൽ മറ്റൊരു മൂവാണ്ടൻ മാവിന്റെ സയൻ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ കൂട്ടുകാരെ? ഉണ്ടാകും അല്ലേ? ഓക്കെ, നമുക്ക് എഴുതാം ഉണ്ടാകും. സ്വയനായി എടുക്കുന്ന മാവിൻ കമ്പിന് മാതൃസസ്യത്തിന്റെ പ്രായമുള്ളതിനാൽ വേഗം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഗ്രാഫ്റ്റിംഗ് രീതിയിൽ ഒരു തൈ ഉണ്ടാക്കണം. ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയനായും നമുക്ക് തിരഞ്ഞെടുക്കാം. എന്തുകൊണ്ട് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ, ഗോമാവ് എങ്ങനെയാണ് റൂട്ട് സ്റ്റോക്കായും മൽഗോവ നമുക്ക് എന്ത് ചെയ്യാം? സയനായിട്ട് എടുക്കാം അല്ലെ? അതായത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഗോമാവ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കുമ്പോൾ അത് വലിയ പരിചരണം കൂടാതെ തന്നെ നമ്മുടെ മണ്ണിൽ എന്ത് ചെയ്യും? നന്നായിട്ട് വളരും. മൽഗോവ നമ്മൾ എന്ത് ചെയ്യാണ്? സയനായിട്ട് എടുക്കുമ്പോൾ വലുപ്പവും മധുരവും കൂടുതലുള്ള മൽഗോവ മാമ്പഴങ്ങൾ നമുക്ക് ലഭിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്നാൽ എന്താണ്? എന്താണ് കൂട്ടുകാരെ മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ? അതായത് ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ച് ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് എന്ത്? മുകുളം ഒട്ടിക്കൽ അഥവാ ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ഓരോ ഘട്ടങ്ങളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഘട്ടം 1 നോക്കൂ. നല്ല ഇനം പ്ലാവിന്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് എന്ത് പറയുന്നത്? ഇതാണ് സയൻ എന്ന് പറയുന്നത്. ഘട്ടം 2 എന്താണ്? ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തി മാറ്റുക. ഘട്ടം 3 എന്താണ്? റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൻ വെച്ച് മുകളിൽ പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഘട്ടം 4 മുകുളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിനു ശേഷം ഈ തൈ എന്ത് ചെയ്യാം? നമുക്ക് പറമ്പിലേക്ക് മാറ്റി നടാം. അടുത്ത ചോദ്യം നോക്കാം. ഒരു നാടൻ റോസ് ചെടിയിൽ പലയിനം നിറങ്ങളിലുള്ള റോസാപ്പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം കൂട്ടുകാരെ? ഒരു നാടൻ റോസ് ചെടിയിൽ പലയിനം നിറങ്ങളിലുള്ള റോസ് ചെടികളിൽ നിന്നെടുക്കുന്ന മുകുളങ്ങൾ എന്ത് ചെയ്യുക? വ്യത്യസ്ത കൊമ്പുകളിൽ ഒട്ടിച്ചുകൊണ്ട് ഒരു നാടൻ റോസ് ചെടിയിൽ പലയിനം നിറങ്ങളിലുള്ള റോസാപ്പൂക്കളെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വർഗ്ഗസങ്കരണമാണ്. അതായത് ഒരേ വർഗ്ഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? വർഗ്ഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ രണ്ടിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്ര ഗുണങ്ങളുള്ളവയുണ്ടാകും. അവയിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ മാത്രം തിരഞ്ഞെടുത്ത് വീണ്ടും കൃത്രിമമായി സ്വപരാഗണത്തിന് വിധേയമാക്കി മികച്ച വിത്തുകൾ ഉണ്ടാകുന്നു. മുളകു ചെടികളുടെ പ്രത്യേകതകളാണ് അല്ലെ? പാഠപുസ്തകം പേജ് നമ്പർ 7ലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മുളകു ചെടികളുടെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ഇനം 1 വലിയ ഫലങ്ങൾ. കായ്ഫലം എന്താണ്? കുറവാണ് അല്ലെ? ഇനം 2 നോക്കൂ, ചെറിയ ഫലങ്ങൾ, ധാരാളം ഫലങ്ങൾ ഉണ്ടാവും അല്ലെ? ഈ രണ്ട് ഇനങ്ങളുടെയും ഗുണമുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ സാധിച്ചാൽ അതിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം പ്രത്യേകതകളാണ്? ആ ചെടിയിൽ ധാരാളം വലിയ ഫലങ്ങൾ ഉണ്ടാകും അല്ലെ? പരാഗണത്തിലോ പരപരാഗണത്തിലോ രണ്ട് സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? പരപരാഗണത്തിൽ എന്താണ്? സ്വപരാഗണം നടക്കുന്നത് ഒരു പൂവിൽ തന്നെയോ ഒരു ചെടിയിലെ രണ്ട് പൂവുകൾ തമ്മിലോ ആണ്. അതിനാൽ രണ്ട് ചെടികളുടെയും ഗുണങ്ങൾ കൂടിച്ചേരില്ല. എന്നാൽ പരപരാഗണം നടക്കുന്നത് രണ്ട് വ്യത്യസ്ത ചെടികളിലെ പൂക്കൾ തമ്മിലാണ്. അതിനാൽ പരാഗണം വഴിയുണ്ടാകുന്ന വിത്തിൽ രണ്ട് ചെടികളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നു. കൃത്രിമ പരാഗണം ചിത്രീകരിച്ച് നോക്കൂ. ഫസ്റ്റ് പിക്ചർ നോക്കൂ. സ്വപരാഗണം തടയുന്നതിന് എന്താണ്? കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ നിന്ന് മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. തേർഡ് പിക്ചർ നോക്കൂ. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണമുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. ലാസ്റ്റ് എന്താണ്? മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി പൂവ് വീണ്ടും പൊതിഞ്ഞു കെട്ടുന്നു.
അപ്പം കണ്ടല്ലോ. ഇനി കൃത്രിമ പരാഗണം നടത്തേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് കൂട്ടുകാരെ? അതെ, പൂവ് വിരിഞ്ഞ ഉടനെ തന്നെയാണ്. അതെ, പൂവ് വിരിഞ്ഞ ഉടൻ. ദെൻ സങ്കര ഇനം വിത്തുകളാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വർഗ്ഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളാണ് എന്ത് പറയുന്നത്? സങ്കര ഇനം വിത്തുകൾ അല്ലെ. വർഗ്ഗസങ്കരണം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള വിത്തുകളാണ് എന്തെന്ന് പറയുന്നത്? ഈ സങ്കര ഇനം വിത്തുകൾ. അതിന് സസ്യം മുളക്. സങ്കരയിനം വിത്തുകൾ ഏതൊക്കെയാണ്? അതെ, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ദെൻ പയറ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല. ദെൻ നെല്ല് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ. തെങ്ങ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ദെൻ വെണ്ട സൽകീർത്തി, കിരൺ, അർക്ക. ഇവയൊക്കെയാണ് അല്ലെ. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ അല്ലേ. ഇതൊരു കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്ര, കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ് അല്ലേ. ദെൻ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് കോഴിക്കോട്. ദെൻ കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ, വിത്തും വളവുമാണ് അല്ലെ. അതായത് മികച്ച വിളവ് ലഭിക്കാൻ വിത്തിന്റെ ഗുണമേന്മയ്ക്ക് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നാം പരിഗണിക്കേണ്ടത്? എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? അതെ, വളക്കൂറുള്ള മണ്ണ് വേണം അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ശരിയായ വളപ്രയോഗം, ജലസേചനം, കീടനിയന്ത്രണം, കളനിയന്ത്രണം, ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ മികച്ച വിളവ് ലഭിക്കാൻ വിത്തിന്റെ ഗുണമേന്മയ്ക്ക് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. ദെൻ ജൈവവളങ്ങളും രാസവളങ്ങളും. ജൈവവളങ്ങളിൽ നമുക്ക് ഏതൊക്കെ എഴുതാം? കോഴിക്കാട്ടം, ആട്ടിൻ കാഷ്ടം, ചാണകം, പച്ചില വളം, കമ്പോസ്റ്റ് വളം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, മീൻവളം. ദെൻ രാസവളങ്ങളിലോ? യെസ്, യൂറിയ, NPK വളങ്ങൾ, അമോണിയം സൾഫേറ്റ്, അമോണിയം നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്. ഇവയൊക്കെ എന്താണ്? രാസവളങ്ങളാണ് അല്ലേ. ദെൻ ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും ഉപയോഗത്തിൽ നാം അനുവർത്തിക്കേണ്ട സമീപനം എന്താണ്? ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും എന്താണ്? അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉള്ളതിനാൽ ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര കൃഷി രീതിയാണ് അഭികാമ്യം. നെക്സ്റ്റ് നോക്കാനുള്ളത് കീടനിയന്ത്രണമാണ്. ജൈവ നിയന്ത്രണം, യാന്ത്രിക നിയന്ത്രണം, കീടനാശിനികൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണം എന്നിങ്ങനെ 3 ഇനം കീടനിയന്ത്രണ മാർഗങ്ങളുണ്ട്. അതിൽ ജൈവിക നിയന്ത്രണത്തിൽ എന്തൊക്കെയാണ്? യെസ്, വട്ടച്ചാഴി, ടൈക്രോഗ്രാമ വണ്ട്, അരണ, ഓന്ത് തുടങ്ങിയ ജീവികൾ വിളകളെ നശിപ്പിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഈ ജീവികളെ എന്ത് ചെയ്യണം? നാം സംരക്ഷിക്കണം. ഇതിന് യാന്ത്രിക നിയന്ത്രണം എന്താണ്? യെസ്, പെറുക്കുമാറ്റിയോ കെണികൾ ഉപയോഗിച്ചോ കീടങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് അല്ലെ. മഞ്ഞക്കെണി, പഴക്കെണി, തുളസിക്കെണി, കഞ്ഞിവെള്ളക്കെണി, ഫെറമോൺ കെണി എന്നിവ കീടങ്ങളെ പിടികൂടാൻ ഉപയോഗിക്കുന്ന കെണികൾക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് കീടനാശിനികളാണ് അല്ലെ. അതായത് ജൈവ കീടനാശിനികളോ രാസ കീടനാശിനികളോ ഉപയോഗിച്ചിട്ട് നമുക്ക് കീടങ്ങളെ നശിപ്പിക്കാം. രാസ കീടനാശിനികളും ജൈവ കീടനാശിനികളും. രാസ കീടനാശിനികളിൽ ഏതൊക്കെയാണ്? DDT, എൻഡോസൾഫാൻ, മാലത്തിയോൺ, കാർബോഫ്യൂറാൻ. ജൈവ കീടനാശിനികളിൽ പുകയില കഷായം, വെളുത്തുള്ളി കാന്താരി മിശ്രിതം, ഗോമൂത്ര കാന്താരി മിശ്രിതം, വേപ്പെണ്ണ എമൽഷൻ. പുകയില കഷായ നിർമ്മാണത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ്? 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യുക? 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തി വെക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് എന്ത് ചെയ്യുക? നേർപ്പിച്ച് തൈകൾക്ക് തളിക്കാവുന്നതാണ് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, കളകളെ നമുക്ക് എങ്ങനെയെല്ലാം നശിപ്പിക്കാം? എങ്ങനെയൊക്കെയാണ്? കളനാശിനി പ്രയോഗിക്കുക. അതുപോലെ തന്നെ എന്താണ്? പറിച്ചു മാറ്റൽ, വെട്ടിമാറ്റൽ, ഇവയെങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കളകളെ നശിപ്പിക്കാവുന്നതാണ്. ദെൻ മറ്റ് കാർഷിക സംരംഭങ്ങളാണ് ഫ്ലോറികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ, മഷ്റൂം കൾച്ചർ, പൗൾട്രി ഫാം, പിസികൾച്ചർ, സെറികൾച്ചർ, ഫ്ലോറികൾച്ചർ അല്ലെ. അപ്പൊ ഇവയൊക്കെയാണ് കാർഷിക സംരംഭങ്ങൾ. ഫ്ലോറികൾച്ചർ എന്നാൽ എന്താണ്? കൃഷിയാണ് അല്ലെ. ഫ്ലോറികൾച്ചർ എന്താണ്? പുഷ്പകൃഷി. അപ്പൊ എപ്പികൾച്ചർ എന്താണ്? തേനീച്ച വളർത്തലാണ് അല്ലെ. ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ എന്താണ്? കൂൺ കൃഷിയാണ് അല്ലെ. ദെൻ പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കോഴി കൃഷിയാണ്. ദെൻ പിസികൾച്ചർ എന്താണ്? മത്സ്യകൃഷിയാണ് അല്ലെ. ദെൻ സെറികൾച്ചറോ? പട്ടുനൂൽ പുഴു വളർത്തലാണ്. ഫ്ലോറികൾച്ചർ എന്താണ്? പുഷ്പകൃഷിയാണ് അല്ലെ. ഫ്ലോറികൾച്ചർ എന്താണ്? കൂട്ടുകാർ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.